പാലക്കാട് BJP എന്തുകൊണ്ട് തോറ്റുപോയി? പോളിംഗ് പെർസെൻറ്റേജ് കുറച്ചുകൊണ്ട് തോറ്റുപോയി. ഞാൻ സി കൃഷ്ണകുമാർ ജയിക്കണമെന്ന് ആഗ്രഹിച്ചവനാണ്, ജയിക്കുമെന്ന് പറയുകയും ചെയ്തു. അതിൻ്റെ കൂടെ അന്ന് തന്നെ ഞാൻ ഈ ഡിസ്ക്ലൈമർ ചേർത്തിരുന്നു, എല്ലാവരെ കൊണ്ട് വോട്ട് ചെയ്യിക്കണം. BJP എൻ്റെ നിരീക്ഷണത്തിൽ സ്ലിപ്പായി പോകുന്നത് ആ ലാസ്റ്റ് മിനിറ്റിലാണ്. അവർ കില്ലർ ഇൻസ്റ്റിങ്ക്റ്റ് വേണം. തിരഞ്ഞെടുപ്പിൻ്റെ തലേന്ന് രാത്രി ഒരു 10 മണിയാകുമ്പോൾ പടമൊക്കെ മടക്കി ഇനിയിപ്പോൾ ആൾക്കാർ പോകും വോട്ട് ചെയ്യും എന്ന് പറഞ്ഞ് കിടന്നുറങ്ങിയാൽ ശരിയാവില്ല. ആ പോളിംഗ് ബൂത്തിൻ്റെ അടുത്ത് ഒരു കുടിൽ കെട്ടിയിട്ട് അവിടെ സ്ലിപ്പുമായിട്ടിരുന്നാൽ ശരിയാവില്ല. എൻഷുർ ദാറ്റ് യുവർ വോട്ടേഴ്സ് ആർ കമ്മിങ് ടു ബൂത്ത് ആൻഡ് ദേ ആർ വോട്ടിങ്. ഇത് BJPയുടെ, ഞാൻ എത്ര കാലമായിട്ട് BJPയുടെ ഒരു സഹയാത്രികനാണ്, അരികിലൂടെ ഇങ്ങനെ പോകുന്നത്. ഞാനിത് നിരന്തരം കണ്ടിട്ടുണ്ട്. ലാസ്റ്റ് മിനിറ്റിലെ ഈ ആൾക്കാർ ഓട്ടോമാറ്റിക്കായിട്ട് വോട്ട് ചെയ്യും എന്നുള്ള വിചാരം. വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ പോലും ഒരു പുഷില്ലെങ്കിൽ ബൂത്തിലേക്ക് വരില്ല. അത് പൊതുവെ ഉള്ള സ്വഭാവമാണ്. 3 സ്ഥലത്തും സുനിൽ നോക്ക്, പോളിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞില്ലേ? പാലക്കാട് 5% കുറഞ്ഞു, 75-ൽ നിന്ന് 70 വരെയിലേക്ക് വന്നു. ചേലക്കരയിൽ 4% കുറഞ്ഞു. വയനാട്ടിൽ 8 or 9% കുറഞ്ഞു. എന്തുകൊണ്ടാണ്? ഉപതെരഞ്ഞെടുപ്പാണ്. ഇതിപ്പോൾ എന്ത് വന്നാലും എന്താ ഇങ്ങനെയൊക്കെ വിയോജിപ്പ് എനിക്കുണ്ട്. കാരണം പോളിംഗ് ശതമാനം കുറഞ്ഞ മണ്ഡലങ്ങൾ, പരമ്പരാഗത UDF വോട്ട് ബാങ്കായ മണ്ഡലങ്ങളിൽ, പ്രദേശങ്ങളിൽ, പഞ്ചായത്തുകളിൽ വോട്ട് കുറഞ്ഞു. BJPയുടെ സ്ട്രോങ് ഹോൾഡായ ഇപ്പം മൂത്താന്തറ എന്നൊക്കെ പറയുന്ന വിഖ്യാതമായ സ്ഥലമൊക്കെ ഉണ്ടല്ലോ, പറഞ്ഞു ഇങ്ങനെ പൊലിപ്പിക്കുന്ന സ്ഥലം, അവിടെ ഉൾപ്പെടെ പോളിംഗ് ശതമാനം കൂടി. ഈ അവിടെ ഇവിടെയൊക്കെ ഒന്ന് കൂടി കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അതിനർത്ഥം എന്താ? നിങ്ങൾ നിങ്ങളുടെ മുഴുവൻ വോട്ട് പോള് ചെയ്യിക്കുന്നതിൽ പരാജയപ്പെട്ടു. അത് മൂത്താന്തറയായാലും കാട്ടാന്തറയായാലും. തറ ഏതാന്നുള്ളതല്ലോ ടോട്ടൽ നിങ്ങൾക്ക് കിട്ടുന്ന വോട്ടിലെ തിരഞ്ഞെടുപ്പിൽ കാര്യം തീരുമാനിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പോളിംഗ് പെർസെൻറ്റേജ് താഴെ വന്നു എന്നുള്ളത് 3 മുന്നണികൾക്കും ഒരു തിരിച്ചടിയാണ്. യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിൽ എല്ലാ പാർട്ടികളും കൺസേൺഡ് ആവേണ്ടത് ഈ വോട്ടർ അപ്പാത്തി എന്ന് പറയുന്ന ഈ ഒരു ഘടകം. വോട്ടർമാർ ബൂത്തിൽ വരുന്നില്ല, ജനാധിപത്യത്തിൽ വിശ്വാസമില്ല. നോട്ടയ്ക്ക് വോട്ട് ചെയ്യരുത്. നോട്ടയ്ക്ക് വോട്ട് ചെയ്യാനായിട്ട് അവിടം വരെ നടക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ വോട്ടേ ചെയ്യുന്നില്ല. ഉപതെരഞ്ഞെടുപ്പാണ്. ഇതിപ്പോൾ ഒരു സീറ്റ് കിട്ടിയാലെന്താ പോയാലെന്താ, അതുകൊണ്ട് എന്ത് ചെയ്യാനാ? വയനാട്ടിൽ ജയിക്കാൻ പോകുന്നത് അത് പ്രിയങ്കാ ഗാന്ധിക്കുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ ഈ വെയിലത്ത് അവിടം വരെ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ധാരാളം പേരുണ്ട്. ഇവരെ മനഃപൂർവ്വം മൊബിലൈസ് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ വോട്ട് പെട്ടിക്കകത്ത് എത്തിക്കാൻ പറ്റുള്ളൂ. ഈ ഒരു സാധനത്തിൽ പരാജയപ്പെട്ടു. സംഘടനാ വീഴ്ചയാണ്. സംഘടനാ വീഴ്ച എന്ന് ഞാൻ പറയില്ല, അതൊരു ഹിസ്റ്റോറിക്കൽ സ്വഭാവമാണ് BJP. വോട്ട് ചെയ്യിക്കുക എന്ന് പറഞ്ഞൊരു ഇപ്പോൾ ഞാൻ പഴയ RSSകാരനാണ്. BJP പ്രിസ്യൂം ചെയ്യും ഞാൻ അവർക്ക് വോട്ട് ചെയ്യും. ഇന്ന് വരെ ഞാൻ വന്ന് വോട്ട് ചെയ്തോ എന്ന് അവർ പരിശോധിച്ചിട്ടില്ല. കൊച്ചിയിൽ പരിശോധിക്കേണ്ട ആവശ്യമില്ല, സത്യസന്ധമായിട്ട് ഞാൻ പോകുക, അവർക്ക് വോട്ടും ചെയ്യും. ഇന്ന് വരെ ഞാനും വീഴ്ച വരുത്തിയിട്ടില്ല. ബട്ട് ഞാനൊരു അല്പം കൂടെ നോൺ സീരിയസ് ആയി എന്ന് വയ്ക്കുക ഒരു തെരഞ്ഞെടുപ്പിൽ. എന്തെങ്കിലും ആയിക്കോട്ടെ, എന്ത് കാര്യം. ഒന്നാമത് കൊച്ചിയിൽ BJPക്ക് അടുത്ത കാലത്തെങ്കിലും ഗതിയും പിടിക്കില്ല. അപ്പോൾ പിന്നെ വെറുതെ വെയിൽ കൊള്ളുന്നത് എന്തിനാണ് എന്ന് ചിന്തിച്ചാൽ പോയി ഓരോ വോട്ട് നിങ്ങളുടെ കുറഞ്ഞു. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഓരോ വോട്ട് വെച്ച് കുറയുന്നു. അതാണ് ഇതിൻ്റെ യഥാർത്ഥ കാരണം. അല്ലാതെ ഈ പറയുന്ന ഈ BJPയിൽ എപ്പോഴും ഉള്ളതാണ്, ഈ തോറ്റ് കഴിയുമ്പോൾ, പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പായി കഴിയുമ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ല. ഒറ്റ തെരഞ്ഞെടുപ്പിൽ അതിനെ ചൊല്ലി എന്തെങ്കിലുമൊക്കെ കശപിശ പറയും, മുനവച്ചും കൊള്ളിച്ചും ഒക്കെ പറയും. 3-4 ദിവസം കഴിയുമ്പോൾ ഇത് അവസാനിക്കും. അല്ല, ഇതിപ്പോൾ ഇവർക്ക് ഈ മുനവച്ചും കൊള്ളിച്ചും പറയുന്ന ആളുകൾക്ക് അറിയില്ലേ നമ്മുടെ വീഴ്ച, നമ്മൾ വേണ്ട പണി ചെയ്യാത്തത് കൊണ്ടാണ് ഈ പരാജയം ഉണ്ടായത്? അതറിയാം. ആ ഫ്രസ്ട്രേഷൻ പല രീതിയിൽ പുറത്തേക്ക് വരുന്നതേ ഉള്ളൂ. ഇതൊക്കെ മറ്റേ സലിം കുമാർ പറഞ്ഞ പോലെ ഇതൊക്കെ എന്ത് ഓർക്കുന്നുണ്ടോ? തിരുവനന്തപുരത്ത് ഉപതെരഞ്ഞെടുപ്പ് നടന്നു ലോക്സഭയിലേക്ക്. CK പത്മനാഭനായിരുന്നു സ്ഥാനാർത്ഥി. വെറും 36,000 വോട്ട് ലോക്സഭയിലേക്ക്. അന്ന് എന്തായിരുന്നു ബഹളം?
മൂർഖൻ പായയിൽ തന്നെ എന്ന് ശ്രീധരൻപിള്ള സാറ് മൂന്നേട്ടനെ കുറ്റപ്പെടുത്തിയിട്ടാണ്. രാജേട്ടൻ മൂന്തേട്ടന് ദാവൂദ് ഇബ്രാഹിമായിട്ട് ബന്ധമുണ്ട് എന്ന് പറഞ്ഞു ഓരോ മൂന്തേട്ടൻ ഓപ്പൺ ലെറ്റർ എഴുതിയ രാജേട്ടനാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്, അത് എന്നെ പറ്റിയാണോ പറയുന്നത് എന്നൊക്കെ ചോദിച്ചു. രാജേട്ടനും വല്ലാതെ ഡിഫെൻസീവിലായി. രാജേട്ടൻ മൂന്തേട്ടനെ വിളിച്ചു. അത് എനിക്ക് ദേഷ്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞുപോയി. ദേഷ്യം ടി വിയിലിരുന്നാണ് പറയുന്നത്. അതല്ലേ ദേഷ്യം വന്ന് കൂടെയുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാൽ പോട്ടെ എന്ന് വയ്ക്കാം. ടി വിയിലിരുന്നപ്പോൾ രാജേട്ടന് ദേഷ്യം കൊണ്ട് സമയം തെറ്റിയിട്ട് അയാൾക്ക് ദാവൂദ് ഇബ്രാഹിമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞു. അത് വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ എന്ത്? അതാണ് ഞാൻ പറയും, ഇതൊക്കെ എന്ത് 2-3 ദിവസം കൂടെ ഇതുപോലെ പെടുന്നത്. ബട്ട് ഞാൻ കെയർഫുള്ളി ഐ വാസ് വാച്ചിങ് സുരേന്ദ്രൻ്റെ പത്രസമ്മേളനം. നമ്മളൊന്നിച്ച് കാണുകയായിരുന്നല്ലോ. നോക്ക്, സുരേന്ദ്രൻ സത്യസന്ധമായിട്ട് ഒരു കാര്യം പറയുന്നു. പ്രവർത്തനത്തിൽ വീഴ്ച വന്നെങ്കിൽ, പ്രചാരണത്തിൽ വീഴ്ച വന്നെങ്കിൽ, സ്ഥാനാർത്ഥി നിർണയത്തിൽ വീഴ്ച വന്നെങ്കിൽ, കൂട്ടായ പ്രവർത്തനമൊക്കെ എന്ന് പറയുമെങ്കിലും പ്രാഥമികമായ ഉത്തരവാദിത്വം പ്രസിഡന്റിനുള്ളതാണ്. അതെ, എൻ്റെ കുറ്റമാണ്. ഇത് സത്യസന്ധമായിട്ട് വേറെ ഏതെങ്കിലും പാർട്ടിയിലെ ഒരു പ്രസിഡന്റ് ഇത് പറയുക? എവറിബഡി ഇൻക്ലൂഡിങ് മുരളീധരൻ പോലും ചെറുതായിട്ടൊന്ന് സുരേന്ദ്രനെ തള്ളി പറഞ്ഞു. ഞാൻ മഹാരാഷ്ട്രക്കാരനാണ് പറഞ്ഞാൽ ഇദ്ദേഹമാണ് മഹാരാഷ്ട്രയിൽ വിജയിപ്പിച്ചത്. മഹാരാഷ്ട്രയിൽ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ചോദിക്കൂ, പറയാം. കണ്ടിരുന്നു ഞാൻ. ഭാഗ്യം ആരും നാന്ദേടിൻ്റെ റിസൾട്ട് ചോദിച്ചില്ല. കാരണം ഇവർക്കും അറിയാമല്ല, അങ്ങർക്കും അറിയാമല്ല. ഈ മുരളീധരൻ പോലും ഒരു ക്രൈസിസ് വന്നപ്പോൾ സുരേന്ദ്രനെ ചെറുതായിട്ടൊന്ന് കൈവിട്ടു. പക്ഷേ സുരേന്ദ്രൻ അക്ഷോഭ്യനായിരുന്നു. പത്രസമ്മേളനത്തിൽ ക്ഷോഭിച്ചത് പത്രസമ്മേളനമായിരുന്നു. നമ്മൾ മുമ്പൊരിക്കൽ പിണറായിയുടെ പത്രസമ്മേളനം ഗംഭീരമായിരുന്നു പറഞ്ഞ പോലെ. അതെ, എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞു. ഒരു കാര്യം മാത്രം പറയില്ല എന്നും പറഞ്ഞു. ഇത് 3 സ്ഥാനാർത്ഥികളുടെ പേരാണ് പോയത്. അതിൽ നിന്നാണ് കൃഷ്ണകുമാറിൻ്റെ പേര് വന്നത്. 2 പേരെ ഞങ്ങൾ നിശ്ചയിച്ചെങ്കിലും അവർ മത്സരിക്കാനേ സമ്മതിച്ചില്ല, ഞങ്ങളില്ല എന്ന് പറഞ്ഞു. ഈ പറഞ്ഞ ആൾക്കാരുടെ പേര് വേണം എന്ന് ചാനലുകാർ ചോദിച്ചപ്പോൾ പറഞ്ഞു പേര് പറയാൻ പറ്റില്ല, അത് ശരിയുമല്ലല്ലോ. പിന്നെ ആ പേരിനെ ചൊല്ലിയായിരിക്കും അടുത്ത ബഹളം. അവരായിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതല്ലാതെ ആരെയും കുറ്റപ്പെടുത്താൻ സുരേന്ദ്രൻ തുനിഞ്ഞില്ല. പരസ്യ പ്രസ്താവന നടത്തി. ശിവരാജൻ അത് പറഞ്ഞു, മറ്റേ മുനിസിപ്പൽ ചെയർപേഴ്സൺ പറഞ്ഞു ശരി അത് പരിശോധിക്കാം. ഇപ്പം അവർ പറഞ്ഞു ഉടനെ ഞാൻ എന്തെങ്കിലും കയറി പറയേണ്ടത് അത് ചോദിക്കാം, അവരോട് തന്നെ എനിക്ക് ചോദിക്കാമല്ല, അതൊന്നും സാരമില്ല, വീൽ മാനേജ്. അല്ല, കൃഷ്ണകുമാറിന് മത്സരിക്കാൻ താല്പര്യമില്ലായിരുന്നു എന്നും പറഞ്ഞു. കൃഷ്ണകുമാർ തലേ ദിവസം പോലും പറഞ്ഞു എൻ്റെ ഈ മുൾക്കിരീടം എൻ്റെ തലയിൽ വെച്ചിട്ട് ഞാനാകെ കൂടെ വിഷമിക്കുകയാണ്. ഞാൻ പറയില്ല, പല സ്ഥാനാർത്ഥികളും പറയാറുണ്ട് ഈ അമിത വിജയപ്രതീക്ഷ അവർക്കില്ല എന്നുള്ളതിൻ്റെ ഒരു അടയാളം കൂടെയാണ്. ജയിക്കും എന്ന് ഉറപ്പാണെന്ന് വെച്ചോ, കൃഷ്ണകുമാർ പറയും നമുക്ക് നോക്കാം എന്ന് പറയും. ഇതില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പുൾസ് ആൻഡ് പ്രഷേഴ്സ്, ഇതിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ അതിൻ്റെ ആരോഗ്യപരമായ വിഷയം നോക്ക്. ലാസ്റ്റ് തെരഞ്ഞെടുപ്പിൻ്റെ അവസാനം വന്നപ്പോൾ 3 സ്ഥാനാർത്ഥികളുടെയും ആരോഗ്യത്തെപ്പറ്റി ഒരു TV ചാനൽ കാണിച്ചത്. ഇയാൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഫിസിക്കലി വല്ലാതെ വിഷമിച്ചു, നടക്കാൻ പ്രയാസം. സരിൻ്റെ ശബ്ദം പോയി, കൃഷ്ണകുമാറിൻ്റെ വെയിറ്റ് കുറഞ്ഞു. സാമാന്യം തടിച്ചിരുന്ന കൃഷ്ണകുമാർ മെലിഞ്ഞു, വയറൊക്കെ ചൊട്ടി, കൂടുതൽ വലിയ കഷ്ടപ്പാടാണ്. അപ്പോൾ ഇതുപോലെ സുരേന്ദ്രനോട് പറഞ്ഞു കാണും എൻ്റെ തലയിൽ വെച്ചിട്ട് ഞാൻ ഇതും കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ് ഇങ്ങനെ പറയും. അപ്പം അവരൊക്കെ അടുത്തറിയാവുന്നവരായിരിക്കും പറയില്ല. അതുകൊണ്ടാണ് സുരേന്ദ്രൻ പറഞ്ഞത് തലേ ദിവസം പോലും ഇത് എനിക്ക് സമ്മതമല്ല എന്നൊക്കെ പറഞ്ഞു ഉടനെ അതെടുത്തിട്ട് വിഷയമാക്കുക. തലേ ദിവസം പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിന് സ്ഥാനാർത്ഥിയാക്കി? ഇതിനൊക്കെ മറുപടി പറയാൻ പറ്റും. സമ്മൺ ഹാസ് ഡിസൈഡഡ്. അല്ല, മാധ്യമങ്ങൾക്ക് എന്തൊരു സ്നേഹമാണ് BJPയോട്. അല്ല, മാധ്യമങ്ങൾക്ക് വിഷയം വേണ്ടേ? അല്ല, ഇതിലും നല്ല വിഷയമല്ലേ. സരിനവിടെ പോയി അവിടുന്ന് ഇങ്ങോട്ട് വന്ന സരിനെക്കുറിച്ച് CPMന് വീണ്ടും പിഴച്ചോ, അൻവറിനെ പോലെ എന്നൊക്കെ എത്ര ചർച്ച നടക്കേണ്ടതാണ്. അങ്ങനെയല്ല, സരിൻ മാധ്യമങ്ങൾക്കൊരു ഭീഷണിയല്ല, രാഹുൽ മാങ്കൂട്ടത്തിലും ഭീഷണിയല്ല. കൃഷ്ണകുമാറും BJPയും
കേരളത്തിൽ മാധ്യമങ്ങൾക്കൊരു ഭീഷണിയാണ്. സുനിൽ ശ്രദ്ധിച്ചു, LDF UDF ഇത്ര വാശിയില്ല BJP തോൽക്കണമെന്ന്, മാധ്യമങ്ങൾക്കായിരുന്നു വാശി. കാരണം LDF സംബന്ധിച്ചിടത്തോളം ഒരു വ്യത്യാസവും വരുന്നില്ല. പാലക്കാട് തോറ്റാൽ 99 സീറ്റ് അവർക്കുണ്ട്, 99 സീറ്റ് അവർക്കുണ്ട്. ചേലക്കര തോറ്റിരുന്നെങ്കിൽ ഒരു സീറ്റ് കുറഞ്ഞു എന്നെങ്കിലും പറയാം. ഇനി ഒരു സീറ്റ് കുറഞ്ഞാൽ തന്നെ 99, 98 ആകും. അല്ലാതെ എന്ത് പിണറായി വിജയൻ താഴെ വീഴാൻ പോകുന്നു? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കോൺഗ്രസിന് എന്ത് സംഭവിക്കും? പാലക്കാട് നഷ്ടപ്പെട്ടു, സരിൻ ജയിച്ചു എന്ന് വെച്ചോ, കോൺഗ്രസിന് എന്താ സംഭവിക്കും? നിയമസഭയിൽ ഒരു സീറ്റ് കുറയും, അല്ലാതെ ഭരണമൊന്നും മാറി മറിയാൻ പോകുന്നില്ല. അതുകൊണ്ട് അവർക്ക് വലിയ വെപ്രാളം മുഴുവൻ ഈ ചാനലുകൾക്കാണ്. BJP ജയിക്കരുത്, BJP ആകാശം ഇടിഞ്ഞു വീഴും. അതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ BJP ത്രഷോളിൽ വന്ന് നിൽക്കുകയാണ്. നമ്മൾ ഈ സംസാരിക്കുന്ന മേശയുടെ അടിയിൽ BJP ഇരിക്കുന്നു. ഏത് നിമിഷവും ഈ പലക പൊളിച്ചിട്ട് ഡും നരസിംഹം പൊങ്ങി വരും. ഇതാണ് മാധ്യമങ്ങളുടെ പേടി. അത് മാധ്യമത്തിൽ കുറച്ച് ഒരു കോക്കസ് ഉണ്ട്. അവരുടെ പേടിയാണല്ല, അത് എല്ലാവർക്കും ഒന്നും മാധ്യമങ്ങൾ ഉടമസ്ഥന്മാർക്ക് അങ്ങനെയൊന്നും ഇല്ലാതെ അവരുടെ ഒരു കോക്കസ് ഉണ്ട് മാധ്യമത്തിൽ. ഞാനും ഈ പറഞ്ഞ പോലെ പേരൊന്നും പറഞ്ഞ് വെറുതെ വഷളാവാൻ ഉദ്ദേശിക്കുന്നില്ല. പേര് പറഞ്ഞാലോട്ട് എന്നെ ഒന്നും ചെയ്യാനുമില്ല. ബട്ട് ദെൻ ഐ എം റെസ്ട്രെയിനിങ് മൈസെൽഫ് ഫ്രം ടെലിംഗ് നെയിംസ്. ഇറ്റ് ഈസ് ഓബ്വിയസ്. TV കണ്ടാൽ നമുക്കറിയാമല്ലോ, ഓരോരുത്തരുടെ റിപ്പോർട്ടിങ്, അത് ഇത് ചോദ്യം ഒക്കെ അത് കാണുമ്പോൾ നമുക്കറിയാം. ഈ ചൊറിയുന്ന ചോദ്യം ചോദിക്കുന്നവരുണ്ട്, ഒരു പ്രത്യേക ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട് ലീഡിങ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നവരുണ്ട്, ഒരു സംശയം മാറ്റാനായിട്ട് ചോദിക്കുന്നവരുണ്ട്, ഒരു ആവശ്യത്തിനായിട്ട് പൊതുജനങ്ങളുടെ ചോദ്യം ചോദിക്കുന്നവരുണ്ട്. അയാളാണ് യഥാർത്ഥ മാധ്യമ പ്രവർത്തകൻ. പൊതുജനങ്ങൾക്ക് ആ ചോദ്യമുണ്ടോ, ആ ചോദ്യം രാഷ്ട്രീയക്കാരനോട് ചോദിക്കുക. പൊതുജനത്തിന് കൂടി പോയിട്ട് ഇയാളെ പിടിച്ചു നിർത്തി ചോദിക്കാൻ പറ്റില്ല. യു ഹാവ് ടു ആസ്ക്. നാവില്ലാത്തവരുടെ ആകണം എന്നാണ് പത്രപ്രവർത്തകർ പഠിപ്പിച്ചിട്ടുള്ളത്. അവർ ഇതല്ലാതെ സ്വന്തം നാക്ക് കൊണ്ട് ചോദിക്കും, പിന്നെ ആ നാക്ക് വാടകയ്ക്ക് കൊടുത്തിട്ട് അവരുടെ ചോദ്യം ചോദിക്കും. ഇങ്ങനെയൊക്കെ ചെയ്യും BJPക്കെതിരെ. അതുകൊണ്ട് സുരേന്ദ്രൻ ഈ ട്രാപ്പിലൊന്നും വീഴാതെ അക്ഷോഭ്യനായിട്ട് ഉത്തരവാദിത്വം, ശരി എന്ത് സംഭവിച്ചോ അതിൻ്റെ ഉത്തരവാദിത്വം എനിക്കാണ്. അല്ല, നമ്മൾ ഈ പത്രസമ്മേളനം ഒന്നിച്ചല്ലേ. അതിനിടയ്ക്ക് സുരേന്ദ്രൻ മുരളീധരനും ഒരു മറുപടി കൊടുത്തു. അത് ശ്രദ്ധിച്ചോ? മുരളീധരനുള്ളപ്പോഴും തെരഞ്ഞെടുപ്പുകൾ നടന്നിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ 3000 വോട്ട് മാത്രം വാങ്ങിച്ച് BJP തോറ്റിരുന്നു. അന്ന് ഈ ചോദ്യമൊന്നും ഉണ്ടായില്ല. ദാറ്റ് വാസ് എ ഇൻഡയറക്റ്റ് റിപ്ലൈ ടു മുരളീധരൻ. ഇനി മുരളീധരൻ സുരേന്ദ്രനെ പറ്റി ഇത്തരം അഭിപ്രായം പറയുകയുമില്ല. ഫിനിഷ്. അത് ഒരു പന്തെറിഞ്ഞു, അത് സമർത്ഥമായിട്ട് സുരേന്ദ്രൻ ക്യാച്ച് ചെയ്തിട്ട് തിരിച്ചങ്ങോട്ട് തന്നെ എറിഞ്ഞു. ഇത്രയൊക്കെ പൊളിറ്റിക്സ് എല്ലാ ജനാധിപത്യമാണ് അനുവദിക്കുക. ഇത് കൂടുതൽ വേണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. BJPയെ എപ്പോഴും എനിക്കറിയാവുന്നതിനോട് ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ഗ്രൂപ്പ് കളിക്കണം ഓപ്പണായിട്ട്. ഈ ഗ്രൂപ്പിസം തെറ്റൊന്നുമല്ല. മധ്യപ്രദേശിൽ BJP ആദ്യം അധികാരത്തിൽ വരുന്നത് അസാമാന്യമായ ഗ്രൂപ്പിസത്തിൽ 2 പേരും കൂടെ, കൈലാസ് ജോഷിയും മറ്റേ സുന്ദർലാൽ പട്ടുകയും 2 ഗ്രൂപ്പായിരുന്നു അവർ. പരസ്യമായിട്ട് പത്രപ്രസ്താവനയിലൂടെ, അന്ന് TV ഇല്ല, പത്രപ്രസ്താവനയിലൂടെ വൻ യുദ്ധമായിരുന്നു. റിസൾട്ട് വന്നപ്പോൾ 4-3 ഭൂരിപക്ഷവുമായിട്ട് ഇയാൾ മുഖ്യമന്ത്രിയായി. അതുപോലെ ഡൽഹിയിൽ ഗ്രൂപ്പ് വഴക്കുള്ളപ്പോൾ BJP അധികാരത്തിൽ വരുമായിരുന്നു. ഗ്രൂപ്പ് വഴക്ക് അതിൻ്റെ മാക്സിമത്തിൽ പോയി അന്യോന്യം തോൽപ്പിക്കുന്ന അവസ്ഥ വന്നു. അപ്പോൾ ഡൽഹി പോയി. പിന്നെ ഇതുവരെ ഡൽഹി തിരിച്ചു കിട്ടിയിട്ടില്ല. ഈ ഗ്രൂപ്പ് വഴക്ക് എപ്പോഴും ദോഷവും. ആരോഗ്യകരമായിട്ട് കേരളത്തിൽ കോൺഗ്രസിനെ നോക്കും, ഗ്രൂപ്പ് വഴക്ക് കൊണ്ട് ഏറ്റവും ബെനിഫിറ്റഡ് ആയത് കോൺഗ്രസിനാണ്. അത് സ്റ്റഡി ചെയ്തിട്ട് കേരള യൂണിവേഴ്സിറ്റിയിൽ PhD തീസിസ് അവതരിപ്പിച്ച ആളുണ്ട്, രാധാകൃഷ്ണക്കുറുപ്പ്, മുരളീധരക്കുറുപ്പ്. ഞാൻ വളരെ പഴയ അദ്ദേഹത്തിൻ്റെ പുസ്തകമുണ്ട്, തീസിസുണ്ട്. ആ തീസിസിൽ അദ്ദേഹം 82 മുതൽ 96 വരെയുള്ള കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്ക്, ആന്റണി കരുണാകരൻ അതായിരുന്നല്ലോ ഗ്രൂപ്പ് വഴക്ക്, ആ ഗ്രൂപ്പ് വഴക്ക് കൊണ്ട് കോൺഗ്രസിന് ബെനിഫിറ്റ്സേ ഉണ്ടായിട്ടുള്ളൂ. ഈ ഗ്രൂപ്പ് വഴക്ക് ഒരു ലിമിറ്റ് വരെ ജനാധിപത്യ പാർട്ടികളിൽ ഇത് അനുവദിക്കണം, അത് ഗുണമേ ചെയ്യുള്ളൂ പാർട്ടികൾ. ഇതിന് കാരണമുണ്ട്. സുനിലിൻ്റെ ഗ്രൂപ്പ്, എൻ്റെ ഗ്രൂപ്പ്, സുനിലിൻ്റെ ഗ്രൂപ്പിൽപ്പെട്ട സ്ഥാനാർത്ഥിയോ തോറ്റാൽ
ഇതിൻ്റെ ഉത്തരവാദിത്വം എൻ്റെ തലയിൽ വരും. ആ കളവും പാലം വലിച്ചാണെന്ന് പറയും. ഇത് പേടിച്ചിട്ട് ഞാൻ എൻ്റെ ആൾക്കാരോട്, നിങ്ങളുടെ നിയോജകമണ്ഡലത്തിലുള്ള എൻ്റെ ഗ്രൂപ്പുകാരോട് ഞാൻ പറയും, എങ്ങനെയെങ്കിലും സുനിലിനെ ജയിപ്പിക്കണം കേട്ടോ. എൻ്റെ കഴുത്തിന് സുനിലും എൻ്റെ നിയോജകമണ്ഡലത്തിൽ സുനിലിൻ്റെ ഗ്രൂപ്പുകാരുണ്ട്. അവരോട് പറയണം, ആ കിളവനെ ജയിപ്പിച്ചേക്കണം കേട്ടോ, അല്ലെങ്കിൽ നടന്നു കൊടുക്കാൻ പറ്റില്ല ഇവിടെ. ഇതാണ് ആരോഗ്യകരമായ മത്സരം. അന്യോന്യം ജയിപ്പിക്കും. ഇത് ഒരു പരിധി വിട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, പാലം വലിക്കും, തട്ട് കൊടുക്കണം, വരുന്നത് വരട്ടെ. ആ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ പോയി. അതാണ് ഡൽഹിയിൽ സംഭവിച്ചത്. മറ്റൊരിടത്തും അത് സംഭവിച്ചില്ല. BJP ബാക്കി സ്ഥലത്ത് ഗ്രൂപ്പ് ഒഴുക്കില്ലെന്നാണ് വിചാരിക്കുന്നത്. നല്ല ഒന്നാം തരം ഗ്രൂപ്പുകൾ, നല്ല കട്ടയന്മാരും ഒക്കെ ഉണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ, എല്ലായിടത്തും ഉണ്ട്. ബട്ട് അവർ ആരോഗ്യകരമായിട്ട് മത്സരിക്കുന്നു. ഇവിടെ ഇത് പൊതിഞ്ഞു പിടിക്കാൻ ശ്രമിക്കുന്നതോറും അനാവശ്യമായിട്ട് ഇങ്ങനെ പൊട്ടലും ചീറ്റലും ഒക്കെ ആയിട്ട് പുറത്തു വരുന്നു. യു മേക്ക് വാട്ട് ഈസ് ദർ? സുരേന്ദ്രൻ ഗ്രൂപ്പ്, ശോഭാ സുരേന്ദ്രൻ ഗ്രൂപ്പ്, AN രാധാകൃഷ്ണൻ ഗ്രൂപ്പ്, ദർ ഇസ് നത്തിങ് റോങ്. ഡു ദാറ്റ്, ഇറ്റ് ഈസ് പെർമിറ്റഡ്. ഒരു കുഴപ്പമില്ല. അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ തെരഞ്ഞെടുപ്പിലോ എങ്ങനെയാണ്? പ്രൈമറിയിൽ ആദ്യം രണ്ടുപേര് തമ്മിൽ യുദ്ധം ചെയ്യുന്നു. എന്നിട്ട് അതിൽ ജയിക്കുന്നവൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥി അല്ലെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു. ഇവൻ അങ്ങേരെ സപ്പോർട്ട് ചെയ്ത് ക്യാമ്പയിൻ നടത്തുന്നു. ഇതല്ലേ അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഒക്കെ നടക്കുന്നത്. അത് ജനാധിപത്യപരമാണ്. പാർട്ടിക്കുള്ളിൽ നിങ്ങൾ മത്സരിക്കുന്നു. ഞാനും സുനിലിന് വോട്ട് കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സുനിലാണ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി. ഞാൻ സുനിലിന് വേണ്ടി വോട്ട് പിടിക്കും. അല്ല, അതപ്പോൾ താൻ ഇന്നലെ വരെ പാർട്ടിക്കുള്ളിൽ, അത് പാർട്ടിക്കുള്ളിലല്ലേ? എനിക്കാവണമെന്നുണ്ടായിരുന്നു, എനിക്ക് യോഗ്യതയുണ്ട്. പക്ഷേ എല്ലാവരും തീരുമാനിച്ചു സുനിലിനാണ്, ഭൂരിപക്ഷം സുനിലിനാണ്, സുനിൽ മത്സരിക്കുന്നു, ഞാനും സുനിലിൻ്റെ കൂടെ. അതിൽ തെറ്റ് അവർ കാണുന്നില്ല. നമ്മളിവിടെയാണ് ഈ കുഴപ്പം. ഈ റിയൽ ജനാധിപത്യം എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് നമ്മുടെ ആൾക്കാർ പലപ്പോഴും. പ്രധാനമായിട്ട് എന്താണെന്നറിയാമോ? CPM ആണ് ഒരു സംഘടനാ മാതൃക കേരളത്തിൽ. CPM ഞാൻ അനുകരിച്ച് പുറത്ത് പറയാൻ പാടില്ല. എന്താ പുറത്ത് പറഞ്ഞാൽ? വിമർശിക്കുകയാണെങ്കിൽ അകത്ത് വിമർശിക്കണം. എങ്ങനെ അകത്ത് വിമർശിക്കുന്നത്? എനിക്കോ സുനിലിനോ BJPയെ വിമർശിക്കണം. ഏതകത്ത് പോയി വിമർശിക്കും? ഏതെങ്കിലും അതിൽ തുറന്നിരിപ്പുണ്ടോ അകത്തേക്ക് കയറി വിമർശിക്കാൻ? ഇല്ല. ഇതുപോലെ BJPയിലെ പരസഹസ്രം വരുന്ന പ്രവർത്തകർ, അവർക്ക് വിമർശിക്കണമെങ്കിൽ ദർ ഈസ് ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇപ്പോൾ അങ്ങനത്തെ പ്ലാറ്റ്ഫോമാണ് ഉപയോഗിക്കുന്നത്. ചിലർ നേരിട്ട് കണ്ട് പറയും, ചിലർ കത്തയക്കും, ചിലർ അവരുടെ ഫ്രസ്ട്രേഷൻ ഫേസ്ബുക്കിൽ എഴുതും. ദാറ്റ് ഈസ് ഡെമോക്രസി എന്ന് മനസ്സിലാക്കിയാൽ ഈ ടെൻഷൻ മാറും. അതല്ല CPMനെ പോലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ പാർട്ടിയിൽ നിന്ന് പുറത്താകും, പിണറായി വിജയൻ പാർട്ടിയിൽ നിന്ന് പുറത്താകും. ഇങ്ങനെ നിങ്ങൾക്കൊരു പാർട്ടി കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് CPM ക്ഷീണിച്ച് ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയുമായിട്ട് ഇവിടെ ഒതുങ്ങിയിരിക്കുന്നത് കേരളത്തിൽ. ഈ കടമ്പിടുത്തം കൊണ്ടാണ്. ബാക്കിയുള്ളവർക്കൊക്കെ വിമർശനം പരിഭ്രമമൊന്നുമില്ല. അതുകൊണ്ട് പിന്നെയും കോൺഗ്രസ് ഇപ്പോഴും 99 സീറ്റുമായിട്ട് നിൽക്കുന്നു. ശുദ്ധമായിട്ട് LDF തമ്മിലടിക്കുന്നുണ്ട്, അവർക്ക് സീറ്റും കിട്ടുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പരസ്യമായിട്ട് തന്നെ നമ്മൾ കണ്ടതല്ലേ. സുധാകരൻ മൈക്ക് മാറ്റി വിളിക്കുന്നത് അതുപോലെ. ബട്ട് ദെൻ സ്റ്റിൽ ദേ ആർ വർക്കിംഗ് യുണൈറ്റഡ്. സി, അത് ജനാധിപത്യത്തിലെ ഒരു സ്വഭാവമാണ്. അത് അതിന് വിട്ടു പോകാതെ നോക്കുക എന്നുള്ളത് മാത്രമാണ്. അതല്ലാതെ അതില്ല എന്ന് ഭാവിച്ച് നിങ്ങൾ അതിൻ്റെ പുറത്ത് വലിയൊരു ടർപ്പായി അങ്ങോട്ട് മൂടിക്കളയാം എന്ന് വിചാരിച്ചാൽ അത് അവിടെ ഇവിടെയൊക്കെ തലവെക്കും. അപ്പോൾ അത് വാർത്തയാവും. അല്ല, ഇപ്പോൾ നമ്മളിപ്പോൾ നോക്കുന്നത്, ഇപ്പോൾ ഈ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് സുരേന്ദ്രനെ മാറ്റണമെന്ന് തോന്നുന്നു. കാരണം സുരേന്ദ്രന്റെ പത്രസമ്മേളനം നമ്മൾ ഒന്നിച്ചാണ് കണ്ടത്. സുരേന്ദ്രൻ രാജ്യസന്നദ്ധത ഒന്നും പറഞ്ഞില്ല. പത്രസമ്മേളനം കഴിഞ്ഞപ്പോൾ ഏഷ്യാനെറ്റ് എഴുതി കാണിക്കുന്നത് രാജ്യസന്നദ്ധത അറിയിച്ച് സുരേന്ദ്രൻ. അല്ല, അങ്ങനെയല്ല. സുരേന്ദ്രൻ ഈ എക്കാലത്തുമുള്ളൊരു കാര്യമാണ് സുരേന്ദ്രൻ പറഞ്ഞത്. ഞാൻ തുടരണോ അതോ ടേം കംപ്ലീറ്റ് ചെയ്തിട്ട് മാറണോ, ഇതൊക്കെ തീരുമാനിക്കുന്നത് കേന്ദ്രമാണ്. അതെ, അത് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പും അങ്ങനെയായിരുന്നു, ഇല്ലേ? അതെ, ഇപ്പോഴും അങ്ങനെയാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് വയ്ക്കുക. കേന്ദ്രത്തിന് തോന്നുകയാണ് കേരളത്തിൽ നിന്ന് സുരേന്ദ്രനെ മാറ്റാം, എന്നിട്ട് നമുക്ക് നരേന്ദ്രനെ വയ്ക്കാം എന്ന് തോന്നിയാൽ അവർ ചെയ്യും. ഭരണഘടനാപരമായിട്ട് അവർക്കത് ചെയ്യാനുള്ള അവകാശമുണ്ട്, അവർ ചെയ്യും. ഈ കാര്യമാണ് സുരേന്ദ്രൻ ഇപ്പോഴും പറയുന്നത്. തെരഞ്ഞെടുപ്പിന് മുമ്പും വേണമെങ്കിൽ സുരേന്ദ്രനെ മാറ്റാമായിരുന്നു, ഇപ്പോഴും വേണമെങ്കിൽ മാറ്റാം, നാളെയും മാറ്റാം. രാജ്യസന്നദ്ധത തള്ളിക്കളയുന്ന, രാജ്യസന്നദ്ധത എന്ന് പറഞ്ഞൊരു പരിപാടിയില്ല. രാജ്യസന്നദ്ധത ചുമ്മാ രാജിവെച്ചാൽ പോരെ, ഞാൻ വേണമെങ്കിൽ രാജിവെക്കാൻ കേട്ടോ എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല.
അവർക്ക് സുരേന്ദ്രൻ്റെ രാജിയുടെ ആവശ്യമില്ല. സുരേന്ദ്രനെ റിമൂവ് ചെയ്യാനായിട്ട് ദേ ക്യാൻ ജസ്റ്റ് റിമൂവ് ഹിം. അപ്പോൾ അതാണ് സുരേന്ദ്രൻ പറഞ്ഞത്. എപ്പോഴും ഉള്ളൊരു കാര്യം വീണ്ടും സുരേന്ദ്രൻ ആവർത്തിച്ചപ്പോൾ അത് മഹാകാര്യം എന്നുള്ള മട്ടിൽ വാർത്തയാക്കുകയാണ്. അല്ല, അത് അതുപോലല്ല, രാജ്യസന്നദ്ധത അറിയിച്ച് സുരേന്ദ്രൻ, അങ്ങനെയാണ് ഇപ്പോഴും സ്ക്രോൾ ചെയ്തത്. അല്ല, ഇതിൽ ഈ മൊത്തം പാലക്കാട് ഞാൻ നോക്കുമ്പോഴുണ്ടല്ലോ, പാലക്കാട് ഒരു ചോദ്യത്തിന് വോട്ടർമാരോട് BJPക്ക് മറുപടി പറയാൻ പലപ്പോഴും ഇല്ല. എന്തിന് ഞാൻ BJPക്ക് വോട്ട് ചെയ്യണം ഈ തെരഞ്ഞെടുപ്പിൽ? ഒരു സാധാരണ മനുഷ്യൻ ചോദിക്കുന്നത്. ഞങ്ങൾ BJPക്കാരനൊന്നുമല്ല. എന്തിന് ചെയ്യണം ഞാൻ? എന്താ ഗുണം അതുകൊണ്ട്? ഈ ചോദ്യത്തിന് കറക്റ്റായൊരു ഉത്തരം നിങ്ങളുടെ കയ്യിൽ വേണം. അത് പലപ്പോഴും BJPയുടെ കയ്യിലില്ല. എന്താണ് കൊടകര കേസ്? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അത് BJPയുടെ ചുമതലക്കാരൻ വിശദീകരിച്ച് കേട്ടിട്ടുണ്ട്. ഇതാ ഇന്നതൊക്കെയാണ്. നോ. എന്ത് സംഭവിച്ചു സ്വർണ്ണക്കള്ളക്കടത്ത് കേസിന്? അതിൻ്റെ സ്റ്റാറ്റസ് എന്താ? സ്റ്റാറ്റസ് പറഞ്ഞാൽ നോ. ഇവിടെ കരുവന്നൂർ ബാങ്ക് എവിടെ എത്തി അതിൻ്റെ അന്വേഷണം? കഴിഞ്ഞോ, തീർന്നോ, പിടിച്ചോ? പക്ഷേ എന്ത് വാങ്ങിക്കോട്ടെ, അതിൻ്റെ സ്റ്റാറ്റസ് ഉണ്ട് ഇപ്പോഴത്തെ. ഈ കാര്യങ്ങളൊക്കെ BJPയുടെ ആണെന്ന്, അതിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല, അത് ED ആണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു ഒഴിഞ്ഞാലും ജനമനസ്സിൽ നിങ്ങൾ യു ആർ ദ റൂളിംഗ് പാർട്ടി ഇൻ ദ സെൻറ്റർ, ഏജൻസീസ് അണ്ടർ യു. വാട്ട് ഈസ് ദ സ്റ്റാറ്റസ്? വി ജസ്റ്റ് വാണ്ട് ടു നോ വാട്ട് ഈസ് ദ സ്റ്റാറ്റസ്. ഇത് പറയണ്ടേ? ഇത് ലോജിക്കലായിട്ട് പറയാൻ BJP നേതൃത്വം പരാജയപ്പെട്ടു എന്ന് ഞാൻ വിലയിരുത്തുന്നു. അത് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചു എന്ന് ഞാൻ പറയില്ല. കാരണം പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് ഇതൊന്നും തന്നെ ചർച്ചയായില്ല, എക്സെപ്റ്റ് നേരത്തെ പറയാറുള്ളതാണ്. അതെ. ഈ ഒരു അടിസ്ഥാന ചോദ്യം ഓരോ വോട്ടർമാരുടെയും മനസ്സിലുണ്ടാവും. എന്തിന് ഞാൻ BJPക്ക് വോട്ട് ചെയ്യണം, അതും ഈ ഉപതെരഞ്ഞെടുപ്പിൽ? അതിനൊരു ഉത്തരം BJPയുടെ ഒരു സോളിഡായിട്ട് ഉണ്ടാവണം. കാരണം രണ്ട് കാര്യമാണ് വോട്ടർമാർ ഒരാൾ വോട്ട് ചെയ്യുമ്പോൾ, ഞാൻ സുനിലിന് വോട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു. സുനിലിന് വോട്ട് ചെയ്താലുള്ള ഗുണം, സുനിലിൻ്റെ എതിരാളിക്ക് വോട്ട് ചെയ്താലുള്ള ഗുണം, ഇത് രണ്ടും ഞാൻ തുലനം ചെയ്യും. എന്നിട്ടാണ് സുനിലിന് വോട്ട് ചെയ്യുന്നത്. കമ്മിറ്റഡ് വോട്ടേഴ്സിനെ മാറ്റി വയ്ക്കുക. കമ്മിറ്റഡ് വോട്ട് കൊണ്ട് മാത്രം ആരും ജയിക്കുന്നില്ല. കമ്മിറ്റഡ് പൊളിറ്റിക്കൽ വോട്ട് കൊണ്ട് മാത്രം ഒരു പാർട്ടിയും ജയിക്കുന്നില്ല. അതിൻ്റെ പുറത്തുള്ള വോട്ടുകൾ കൂടെ സമാഹരിച്ചാണ് ജയിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പുറത്തുള്ള വോട്ടുകൾ നിർണായകമാണ്. അവരുടെ മനസ്സിൽ വരുന്ന ചോദ്യം, നിങ്ങൾ ഈ സ്ലിപ്പ് കൊടുക്കാനോ അല്ലെങ്കിൽ യോഗത്തിൻ്റെ ക്ഷണിക്കാനോ ഒക്കെ ആയിട്ട് വീടുകളിൽ പോകുമ്പോൾ നിങ്ങളെ പിടിച്ചു നിർത്തിയിട്ട് ഞാൻ എന്തിന് തനിക്ക് വോട്ട് തരണം എന്ന് ആരും ചോദിക്കാൻ പോകുന്നില്ല. ബിക്കോസ് അതിൻ്റെ ഒരു അപമര്യാദയാണില്ല. ബട്ട് മനസ്സിൽ ഈ ചോദ്യം ഉണ്ടാവും. നിങ്ങൾ പോയി കഴിയുമ്പോൾ അയാളുടെ ഭാര്യ നിങ്ങളോട് ചോദിക്കും, എന്തിനായപ്പോൾ നമ്മൾ വോട്ട് ചെയ്യേണ്ടത്? വരട്ടടി നോക്കാം. ഇങ്ങനൊരു ഉത്തരം എങ്ങുമില്ലാത്തത്. യു മസ്റ്റ് ഹാവ് ആൻ ആൻസർ ടു ദ ജെനുവിൻ ക്വസ്റ്റ്യൻ ഓഫ് യുവർ വോട്ടേഴ്സ്. അത് ക്ലിയറായിട്ട് ആ മെസ്സേജ് എല്ലാ സ്ഥലത്തും പോവുകയും വേണം. അത് ഇനിയും BJPക്ക് ചേർന്ന് ഇപ്പോൾ ആകാശമൊന്നും ഇടിഞ്ഞു വീണിട്ടില്ല. വാട്ട് ഹാപ്പൻ? BJP നിന്നിടത്ത് തന്നെ നിൽക്കുന്നു അല്ലേ? പ്രത്യേകിച്ചൊന്നും BJPക്ക് സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് അനാവശ്യമായ വാഗ്വാദ സംഗതി. പക്ഷെ നമ്മൾ വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3-4 ദിവസത്തേക്ക് അത് നിൽക്കും. പിന്നെ ഫേസ്ബുക്ക് ഉള്ളതുകൊണ്ട് ഇപ്പോൾ എല്ലാവർക്കും അഭിപ്രായം പറയാൻ അവസരമുണ്ട്. അതിൽ നന്നായിട്ട് എഴുതാൻ കഴിവുള്ളവർ, നല്ല വീഡിയോ ചെയ്യാൻ കഴിവുള്ളവർ, അത് വളരെ പോപ്പുലറാകും. 1 ലക്ഷം 2 ലക്ഷം പേരെ കാണും. നമ്മൾ വിചാരിക്കും ഇത് തന്നെയാണ് ലോകം എന്നൊക്കെ പറഞ്ഞ് അവസാനം ഇതെല്ലാം കൂടെ തകിടം മറിയും. ഈ ഫേസ്ബുക്ക് നടത്തുന്നവൻ തന്നെ ഒരു കള്ളനാണെന്ന് പിന്നീട് തെളിയും. ഇങ്ങനെയൊക്കെ സംഭവിക്കും സോഷ്യൽ മീഡിയയിൽ. അൺലെസ് യു കണക്ട് സോഷ്യൽ മീഡിയ വിത്ത് ആധാർ, യു വിൽ ഹാവ് ദിസ് പ്രോബ്ലം. വെറുതെ ഒരു ഫേക്ക് നറേറ്റീവ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ദാറ്റ് എ പാർട്ട്, ഒരു റെസ്പോൺസിബിൾ പാർട്ടി എന്നുള്ളതിലേക്ക് BJP ഞാൻ ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ഒരു ക്ലാരിഫിക്കേഷൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൊടുക്കണം. ഐ വിഷ് ദം ബെസ്റ്റ്. ഒരു ഉപതെരഞ്ഞെടുപ്പ് തോറ്റു, ബൂത്തിൽ ആളെ എത്തിക്കാൻ കഴിഞ്ഞില്ല. ഇനി അടുത്ത തവണ എന്താ ചെയ്യേണ്ടത്? അടിക്കുറിപ്പ് കൂടെ ഞാൻ ചേർക്കാം. ഈ എണ്ണയിട്ട യന്ത്രം പോലെ RSS പ്രവർത്തിച്ചു. ഇത് പത്രക്കാരുണ്ടാക്കിയൊരു പ്രയോഗമാണ്. RSS എണ്ണയിട്ട യന്ത്രമല്ല, അത് മനുഷ്യരുടെ ഒരു സംഘടനയാണ്. ഇനി അഥവാ എണ്ണയിട്ട യന്ത്രം പോലെ ആണെങ്കിൽ
അത് വോട്ട് പിടിക്കുന്നൊരു യന്ത്രവുമല്ല. തെരഞ്ഞെടുപ്പ് സമയത്ത് നാഗ്പൂരിൽ നിന്നൊരു സ്വിച്ച് ഇടുകയും എല്ലാ യന്ത്രങ്ങളും കൂടെ പ്രവർത്തിക്കുകയും വോട്ട് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. ഇതൊരു നല്ല കാര്യമല്ല. അത്യാവശ്യം എന്തെങ്കിലും സഹായം ചെയ്യും എന്നുള്ളതല്ലാതെ BJP ജയിപ്പിച്ച് അടങ്ങുമെന്ന് പറഞ്ഞ് തലയിൽ വട്ടക്കെട്ട് കെട്ടി RSSകാർ ഇറങ്ങാറില്ല. എത്രയോ RSSകാർ BJPക്ക് വോട്ട് ചെയ്യാത്തവരുണ്ട്. BJPയുടെ അഭിപ്രായ വ്യത്യാസത്തിന് വോട്ടേ ചെയ്യാൻ പോകാത്തവരുണ്ട്. പുറത്തായിരിക്കും. അവിടെ നിന്ന് കോയമ്പത്തൂരിൽ നിന്നും പാലക്കാട് വന്ന് ഒന്ന് വോട്ട് ചെയ്തിട്ട് തിരിച്ചു പോയാൽ മതി, എന്നാൽ അതിന് കഴിയില്ല എന്ന് വിചാരിക്കുന്നവരുണ്ട്. ഇങ്ങനെയൊക്കെയുണ്ട്. അതാണ് ഞാൻ പറയുന്നത്, ബ്രിങ് യുവർ വോട്ടേഴ്സ് ടു ബൂത്ത്, ഡോണ്ട് ഡിപ്പെൻഡ് ഓൺ ഈ എണ്ണയിട്ട യന്ത്രം എന്നൊക്കെ പറയുന്നത്. ആ യന്ത്രം അവിരാമം പ്രവർത്തിക്കുന്നുണ്ട്. അതൊരു യന്ത്രമാണെങ്കിൽ അത് തിരഞ്ഞെടുപ്പ് നോക്കിയിട്ട് അതിൻ്റെ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന ബട്ടണൊന്നുമില്ല. ഇത് വേറൊരു സംഘടനയാണ്. BJP ഹോസ്റ്റിലിറ്റി ഇല്ലാത്തൊരു പാർട്ടി BJP ആണ്. അതുകൊണ്ട് നാച്ചുറലി RSSകാർക്ക് BJPയിൽ വോട്ട് ചെയ്യാൻ ആഭിമുഖ്യം ഉണ്ടാകും. മാത്രമല്ല BJPയിലുള്ളതിൽ വലിയൊരു ശതമാനം RSSകാരാണ് താൻ. അപ്പോൾ പിന്നെ RSS ഇങ്ങനെ BJPക്ക് വോട്ട് ചെയ്യുന്നു. അതിൽ കവിഞ്ഞിട്ട് ഈ പറഞ്ഞ എണ്ണയിട്ട യന്ത്രം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ഉടനെ K. സുരേന്ദ്രൻ RSS കാര്യത്തിൽ പോകുന്നു, ചേട്ടാ ആ മെഷീൻ ഒന്ന് ഓണാക്കിക്കുന്നു. ശരി, ഞാൻ ഊണ് കഴിക്കുക, ഇപ്പോൾ ഓണാക്കിയേക്കാം. ടാക്ക് ബൂം, ഇങ്ങനൊരു സാധനമുണ്ട്. എനിക്കറിയാം ഇത് എന്ത് പ്രാന്ത. അതുപോലത്തെ പ്രൊപ്പഗാൻഡയിലൊന്നും പോകരുത്. അതൊക്കെ ശത്രുക്കളുടെ പ്രൊപ്പഗാൻഡയാണ്. ഏതായാലും TG പറഞ്ഞ പോലെ BJP അങ്ങനെ ഖേദിക്കേണ്ട കാര്യമൊന്നുമില്ല. ഐ ഡോണ്ട് തിങ്ക് സോ. എന്താകാശം ഇടിഞ്ഞുകൊണ്ടു. അതെ, ഞാൻ 1965 മുതൽ ഭാരതീയ ജനസംഘം മുതൽ ഇത് കാണുന്നതാണ്. ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളൊരു സ്ഥാനാർത്ഥിയെ ഓടിച്ചിട്ട് പിടിച്ച് കുളത്തിച്ചാടിച്ചിട്ടാണ് പുള്ളിയെ സ്ഥാനാർത്ഥിയാക്കിയത്. പുള്ളി ആവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നാണക്കേടാവും. അരൂരാണ് നിർത്തിയത്. അപ്പോൾ അന്ന് അരൂര് CG സദാശിവനോ മറ്റോ. അപ്പോൾ 353 വോട്ട് കിട്ടി പുള്ളി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അത് ഞങ്ങൾ ആലോചിച്ചു, 353 കൊള്ളാം എന്നൊക്കെ പറഞ്ഞു. അതുമുതൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ സമയത്തോളം ഇത് വലിയൊരു സെറ്റ് ബാക്കായിട്ട് എനിക്ക് തോന്നുന്നില്ല. മാധ്യമങ്ങളുടെ ഈ ആഘോഷം 2 ദിവസം കഴിയുമ്പോൾ തീരും. അതിപ്പോൾ അത് കഴിഞ്ഞു വേറെ എന്തെങ്കിലും നടക്കും. വേറെ എവിടെയെങ്കിലും തേങ്ങ വീണു, മാങ്ങ ചീഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ പിന്നാലെ പോകണമല്ലോ. അവർക്കിങ്ങനെ ഓരോ ദിവസവും വാർത്ത വരുമ്പോൾ അതിന് പിന്നാലെ പോയല്ലേ പറ്റുള്ളൂ. തീറ്റ വേണമല്ലോ. അല്ല, ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല. ദർ ഹാസ് ടു ബി ഒരു ചാനൽ നടക്കുന്ന ഇങ്ങനെ 24 hours. ഞാനും മോശപ്പെട്ട അർത്ഥത്തിലല്ല. ഇതൊരു റിസോഴ്സാണല്ലോ, വിഭവമാണല്ലോ. അല്ല, വാർത്ത തീറ്റ എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ഒരു നെഗറ്റീവ് കൊണോട്ടേഷൻ ഉണ്ട്. ഞാൻ പിൻവലിച്ചു. അത് പിൻവലിക്കണമെന്നില്ല, ബട്ട് ഒരു ചെറിയ നെഗറ്റീവ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ വാക്ക് എനിക്ക് അവരുടെ കഷ്ടപ്പാട് അറിയാം. മാധ്യമരംഗത്ത് ഒരുപാട് എൻ്റെ സുഹൃത്തുക്കളുണ്ട്. പകലില്ലാതെ അവരുടെ ഓട്ടവും ഇതൊക്കെ കഴിഞ്ഞൊരു സ്റ്റോറി ചെയ്ത് കഴിയുമ്പോൾ ഡെസ്കിൽ നിന്ന് അത് വേണ്ടാന്ന് വയ്ക്കും. അതെ, കാരണം വേറൊരു പ്രിയോറിറ്റി അവിടെ വേറൊരാൾ K. സുധാകരൻ VD സതീശനെ ചീത്ത പറഞ്ഞു എന്ന് വെച്ചോ. ഇവിടെ വലിയ ആത്മഹത്യ നടന്നത് മാറ്റി വെച്ചിട്ട് മറ്റു സാധനത്തിലേക്ക് കാണിക്കാൻ പറ്റുള്ളൂ. ഒരു മ്യൂട്ട് വിട്ട് ഇവൻ്റെ പ്രാണം പോയാൽ തന്നെ എന്താ, മറ്റവരുടെ അടിയാണ് മുഖ്യം. പ്രാണം പോയവൻ്റെ ഏതായാലും പോയി, അവൻ്റെ ശവണൊക്കെ നടത്താൻ പറയാം. ഇവിടെ ഈ വഴക്ക് കവർ ഇങ്ങനെയൊക്കെയുള്ള സമ്മർദ്ദത്തിലാണ് അവർ പ്രവർത്തിക്കുന്നത്. സോ ദേ നീഡ് ന്യൂസ്, ദേ വിൽ ക്രിയേറ്റ് ന്യൂസ്. അത് നമ്മൾ ഖേദിച്ചിട്ട് കാര്യമൊന്നുമില്ല. അല്ല, ഞാൻ അതുകൊണ്ടാണ് സുരേന്ദ്രൻ്റെ പത്രസമ്മേളനം അപ്രീഷിയേറ്റ് ചെയ്തത്. ഒരു ട്രാപ്പിലും പെടാതെ, ഒരു കെണിക്കും വഴിയൊരുക്കാതെ ക്ലീനായിട്ട് കാര്യം പറഞ്ഞിട്ട് ഓക്കെ എന്ന് പറഞ്ഞ് എണീറ്റ് പോയി. ഗംഭീരമായി. എനിക്ക് ഇപ്പം തോന്നുന്നു സുരേന്ദ്രൻ തന്നെ പ്രസിഡൻ്റായിട്ട് തുടരുന്നതാണ് നല്ലത്. കാരണം ഒരു ഇരുത്തം വന്നു സുരേന്ദ്രൻ. ഞാൻ പറയാൻ വന്ന കാര്യമാണ്. എനിക്ക് ആ പത്രസമ്മേളനത്തിൽ നമ്മളന്ന് അൻവർ ഇഷ്യൂവിൽ പിണറായി പറഞ്ഞ പത്രസമ്മേളനത്തെ നമ്മൾ ഇതുപോലെ പറഞ്ഞു, ഇത് ഉഗ്രൻ പെർഫോമൻസ്. ഒരു കാര്യത്തിലും ദേഷ്യം വരുന്നില്ല. അതാണ് ഒരു പത്രസമ്മേളനത്തിൽ നിങ്ങൾക്ക് ദേഷ്യം വന്നാൽ പോയി. അല്ല, സുരേന്ദ്രനെ സംസാരിക്കാൻ സമ്മതിക്കുന്നില്ലായിരുന്നു. അതെ, അങ്ങനെ ഇടയ്ക്ക് ഞാനപ്പോൾ ആലോചിക്കുക, MV ഗോവിന്ദൻ്റെ പത്രസമ്മേളനമായിരുന്നു ഈ ബഹളം ഉണ്ടാകുമായിരുന്നു എന്ന് ഞാൻ ആലോചിച്ചു. ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ. പിണറായിയുടെ VD സതീശനാണ് കൗണ്ടർ ചോദ്യം ഇല്ലാതെ പോകുന്നൊരു പത്രസമ്മേളനം. VD സതീശൻ ഒരിക്കൽ ക്ഷോഭിച്ചില്ല, ഇറക്കിവിടും ഞാൻ അനാവശ്യമായിട്ട് ചെയ്താൽ. അതിന് ശേഷമാണെന്ന് തോന്നുന്നു ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. VD സതീശനോട് വലിയ കൗണ്ടർ ചോദ്യം, ഈ ആരോപം ഒരല്പം തലോടുന്നുണ്ട് കോൺഗ്രസിന്. ഏതായാലും വലിയ ആരവവും ബഹളവും ഒക്കെ ഉണ്ടാക്കിയിട്ടും അക്ഷോഭ്യനായി സുരേന്ദ്രൻ അത് ഹാൻഡിൽ ചെയ്തു. യെസ്,
good that he handled it. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.